മാതൃഭൂമി ന്യൂസ് ബിഗ് ഇംപാക്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വത്തിന്റെ ഗുരുതര വീഴ്ച തുറന്നുകാട്ടുകയാണ് ഹൈക്കോടതി. അയ്യപ്പന്റെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചേർന്ന് തട്ടിച്ചെന്ന് റിപ്പോർട്ട്. പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷിനാണ് സ്വർണം കൈമാറിയിരിക്കുന്നത്. ഒളിച്ചുകളിച്ച സ്മാർട്ട് ക്രിയേഷൻസും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. 2019 മഹസറിൽ ഒപ്പിട്ട തന്ത്രിയും മേൽശാന്തിയും അടക്കം 10 പേർ വിയർക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ ഉണ്ടായിരുന്ന 989 ഗ്രാം സ്വർണം അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്ട്രിപ്പിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് അത് വേർതിരിച്ചെടുത്ത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഒരു ഭാഗം പോയി എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. 474 ഗ്രാം സ്വർണമാണ് ഈ സ്വർണം പൂശലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൽകുന്നത്. ഇന്ന് ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 6 വർഷം മുൻപ് ഇതേ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ച കൽപേഷ് എന്നയാൾക്ക് ഈ 474 ഗ്രാം സ്വർണം, അതായത് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൈമാറിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസ് കൂടി ഇതിന്റെ പ്രതിക്കൂട്ടിലേക്ക് വരുന്നു എന്നതാണ്. അവർ ആദ്യം എടുത്തിരുന്ന എല്ലാ നിലപാടുകളും പൊളിഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ആ സ്വർണ്ണപ്പാളിയിൽ ഉണ്ടായിരുന്ന സ്വർണം വേർതിരിച്ചെടുത്ത് അത് ഉപയോഗിച്ചു. അതിന്റെ പണിക്കൂലിയായി അയ്യപ്പന്റെ മുതലായ സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തു എന്നുകൂടി ഇതിന്റെ ഭാഗമായി വ്യക്തമാകുകയാണ്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ തീർച്ചയായും ഇതിൽ പ്രതികളായി വരും. കാരണം ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ, അത് വെറും ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടവരുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ, അതോടൊപ്പം തന്നെ വാതിൽപ്പടി, ഇതടക്കം കൊടുത്തുവിട്ടതിലും ഹൈക്കോടതി പല സംശയങ്ങളും ഉന്നയിച്ചിരിക്കുന്നു. 2019 മാർച്ച് മാസം ആണ് ഈ വാതിൽ സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നത്. അന്ന് സ്പോൺസറായി വന്നത് ഒരു ഗോവർദ്ധൻ എന്നയാളാണ്. ഇയാളുടെ കൈവശവും ചില സ്വർണം നീക്കിയിരിപ്പ് നൽകിയിട്ടുണ്ട്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും മുദ്ര വച്ച കവറിൽ അന്വേഷണ പുരോഗതി SP S ശശിധരന് ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പാളികൾ അടക്കം അഴിച്ചു കൊടുത്തപ്പോൾ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് കോപ്പർ പ്ലേറ്റുകൾ എന്നാക്കി മാറ്റിയാണ് ദേവസ്വം ബോർഡ് അടക്കം ഉത്തരവിറക്കിയത്. സന്നിധാനത്ത് വെച്ച് ഇതിന്റെ മഹസർ തയ്യാറാക്കിയപ്പോൾ അത് സ്വർണം പൊതിഞ്ഞ പാളികൾക്ക് പകരം ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മഹസറിൽ ഒപ്പിട്ടവരിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ, മേൽശാന്തി അടക്കം 9 പേർ ആ മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഹൈക്കോടതി ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പിടിച്ചെടുത്ത മുഴുവൻ രേഖകളുടെയും പകർപ്പ് അതെടുത്ത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൂടി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതായത് പിന്നീട് ഇതിലെ ഏതെങ്കിലും രേഖകൾ കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും രക്ഷപ്പെടരുത് എന്ന ലക്ഷ്യം കൂടി ഹൈക്കോടതിക്ക് ഉണ്ട് എന്നത് വ്യക്തമാകുകയാണ്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.